ഇതൊരു മെഡിസിൻ എടുക്കേണ്ട ആവശ്യമുണ്ട് ഈ ഒരു ക്യാൻസർ വരുമ്പോൾ, അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ സർജറിയിലേക്കാണോ പോവേണ്ടത്? എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം? നമ്മൾ ആദ്യം നമുക്ക് ഇതാണോ എന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു 10% ആൾക്കാർക്കാണ് ഈ ഒരു പീരീഡ്സ് കഴിഞ്ഞ് ബ്ലീഡിങ് വരുമ്പോൾ എൻഡോമെട്രിയൽ ക്യാൻസർ ഉണ്ടാകാനൊരു സാധ്യത. അപ്പം നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പം രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത് സാധാരണ. ഒന്നൊരു അൾട്രാസൗണ്ട് സ്കാൻ. ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് യൂട്രസിൻ്റെ അകത്ത് ലൈനിങ്ങിലുള്ള തിക്നെസ് കൂടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം തിക്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സംശയം വരാം. പിന്നെ ഉള്ളത് നമ്മളൊരു എൻഡോമെട്രിയൽ ബയോപ്സി, അതായത് യൂട്രസിൻ്റെ അകത്ത് ലൈനിങ്ങിൽ നിന്നൊരു ബയോപ്സി എടുത്ത് ടെസ്റ്റിന് വിടുക എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ ഒരു മേജർ പ്രൊസീജിയറായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, DNC എന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ നമുക്ക് ആ ഒരു വിസിറ്റിൽ തന്നെ നമുക്ക് OP യിൽ തന്നെ ഒരു സിമ്പിൾ പ്രൊസീജിയറായിട്ട് ഒരു പിപ്പൽ ബയോപ്സി എന്ന് പറയും. ചെറിയ നമുക്കൊരു സിറിഞ്ച് പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂട്രസിനകത്ത് ചെയ്തിട്ട് ഒരു OPD പ്രൊസീജിയറായിട്ട് എൻഡോമെട്രിയൽ ബയോപ്സി ഇപ്പോൾ എടുക്കാവുന്നതാണ്. ഓക്കെ, DNC ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു OP യിൽ ചെയ്യാൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം മയക്കം ചെയ്തിട്ട് DNC ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ ഒരു ബയോപ്സി എടുത്തിട്ട് അതിൽ ഒരു അസുഖം കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡോക്ടർ MRI സ്കാനും വേണ്ടി വന്നാൽ CT സ്കാനൊക്കെ ചെയ്യാനും കൂടെ പറയും. ഓക്കെ, അപ്പോൾ ആ സ്കാനിങ്ങിലൂടെയാണ് നമ്മൾ ഇത് ക്യാൻസർ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്? അല്ല, നമുക്ക് ബയോപ്സിയിൽ നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് അറിയാം. പിന്നെ നമുക്ക് എത്രത്തോളം അസുഖം ഉണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് ബാക്കി ഒരു മേജർ സ്കാൻ MRI CT ഒക്കെ ചെയ്യേണ്ടി വരും.